ഇതെങ്ങനെ ഇവിടെ വന്നു? ഇനി ചിലപ്പോ തീർന്നതായിരിക്കോ? തീർന്നിട്ടില്ലല്ലോ. താൻ ഡ്രസ്സൊക്കെ മാറി വന്നോ? തന്റെ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മ ഔട്ട് ഹൗസിലില്ല. അപ്പൊ ആശ്വാസം കാണും. ചെറിയൊരു ആശ്വാസം കിട്ടിയ പിന്നെ ആൾ ആക്റ്റീവ് ആണല്ലോ. വാ സീതേ, പതുക്കെ. അയ്യോ അമ്മേ, എന്തു പറ്റി അമ്മേ? അമ്മേ, അമ്മ എന്താ? അയ്യോ ചിന്നു, ഇൻഹേലർ വേറെ ഉണ്ടോ? അമ്മയുടെ ഇൻഹേലർ അവിടുന്ന് കിട്ടിയതാ. അമ്മേ. ആന്റി, സീതേ, സീത ഇപ്പൊ എങ്ങനെയുണ്ട്? ആന്റി ഹോസ്പിറ്റലിൽ പോണോ? സീത ആശ്വാസം ഉണ്ടോ? വാ, കുറച്ചു നേരം നമുക്ക് ഔട്ട് ഹൗസിൽ പോയി കിടക്കാം. എന്താടി, നീ നോക്കി പേടിപ്പിക്കുകയാണോ? ഈ വീട്ടിൽ നടന്നതൊന്നും അറിയാഞ്ഞിട്ടാണോ, അതോ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ അഭിനയിക്കുവാണോ? കൂടുതൽ നിന്ന് ചിലക്കാതെ കാര്യം പറടി. മിണ്ടാ പ്രാണിയായ ഒരു അമ്മ ശ്വാസം കിട്ടാതെ ഇവിടെ കിടന്ന് പിടച്ചതൊന്നും നീ അറിഞ്ഞില്ല അല്ലേ? അതോ അറിഞ്ഞിട്ടും എങ്ങനെയെങ്കിലും ചത്ത തൊലയുന്നെങ്കിൽ തൊലയിട്ടെന്ന് കരുതിയോ നീ? ആസ്മയും വലിവൊക്കെ ഉള്ളവർക്ക് ശ്വാസം മുട്ടലും കിതപ്പൊക്കെ വന്നെന്ന് വരും. മഴ കടക്കുന്നതിന് മുന്നേ അതിനെയൊക്കെ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് തള്ളു. പെറ്റമ്മയെ ഒഴിവാക്കി കളയാൻ തന്ത്രം തെരഞ്ഞു വന്നതല്ല ഞാൻ. ഒരാൾ അവിടെ ജീവശ്വാസം കിട്ടാതെ മരണവെപ്രാളം എടുക്കുന്ന സമയത്ത് നീ ഇവിടെ എന്തെടുക്കുമായിരുന്നു എന്നറിയാൻ വന്നതാ. വീട്ടിലെ സെർവന്റിന് വയ്യാതായാൽ ഗൃഹനാഥയായ ഞാൻ ഓടിച്ചെന്ന് നോക്കണമെന്നാണോ? അല്ല, ഇതൊക്കെ നീ ഏത് പുസ്തകത്തിൽ നിന്നാ പഠിച്ചേ? എടി, നിന്നെ പോലെയുള്ള അടുക്കളക്കാരികൾ ജോലി ചെയ്യാതിരിക്കാൻ പല അഭിനയങ്ങളും നടത്തും. ഇവിടെ ഇപ്പൊ ശ്വാസം മുട്ടൽ നാടകം. എടി, യഥാർത്ഥ ശ്വാസമുട്ടലായിരുന്നു നിന്റെ തള്ളയ്ക്ക് വന്നതെങ്കില് ഇതിനു മുന്നേ ആ തള്ളയുടെ പെരുവിരൽ ചേർത്ത് കെട്ടി ചുടുകാടിലെറിഞ്ഞേനെ. ഒരു ശ്വാസമുട്ടല് നാടകമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. എന്താടി, ഇപ്പൊ നിന്റെ നാവിറങ്ങിപ്പോയോ? മുന്നിന്ന് മാറടി. അല്ലെങ്കിൽ നീ എവിടെ പോവാനാ?